മലയാള സിനിമയിലെ ഏറ്റവും വിവാദമായ ലിവിങ് ടുഗദർ ബന്ധം, അല്ലെങ്കിൽ ആദ്യത്തെ വിവാദമായ ലിവിങ് ടുഗദർ ബന്ധം ഹാരി പോത്തനും ജയഭാരതിയും തമ്മിലുള്ള ബന്ധമായിരുന്നു. സുപ്രിയ ഫിലിംസിൻ്റെ ഉടമയായിരുന്നു ഹാരി പോത്തൻ. ഹാരി പോത്തൻ തിരുവനന്തപുരത്തെ അന്ന് ഏറ്റവും സമ്പന്നമായ ബിസിനസ് ഫാമിലിയായ കുളത്തിങ്കൽ ഫാമിലിയിലെ അംഗമാണ്. കുളത്തിങ്കൽ പോത്തൻ്റെ മകനാണ് ഹാരി പോത്തൻ. ബിസിനസ് ആവശ്യങ്ങൾക്കായി മദ്രാസിലെത്തിയ ഹാരി പോത്തൻ പ്രേം നസീർ അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ ചങ്ങാതിയായി മാറി. പ്രേം നസീറിനോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു ഹാരി പോത്തന്. പ്രേം നസീറിനെ കുറിച്ച് മോശമായി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിന് അന്നത്തെ നാനയുടെ മദ്രാസ് ലേഖകനും പിന്നീട് സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററും ഒക്കെയായിരുന്ന മധു വൈപ്പന സാറിനെ മർദ്ദിച്ച ചരിത്രമുണ്ട് ഹാരി പോത്തൻ. എന്തായാലും സുപ്രിയ ഫിലിംസ് ആരംഭിച്ച ഹാരി പോത്തൻ ജയഭാരതിയുമായി അടുത്തതും ഇരുവരും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചതും ഒക്കെ ചരിത്രം. ഹാരി പോത്തൻ ജയഭാരതിയുമായി അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ ബന്ധത്തോട് വലിയ എതിർപ്പായിരുന്നു. പക്ഷേ ഹാരി പോത്തൻ ജയഭാരതിക്കായി വീടെടുത്തു കൊടുത്തു. ജയഭാരതിക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം ഹാരി പോത്തൻ കൊടുത്തു. ഹാരി പോത്തനും ജയഭാരതിയും തമ്മിലുള്ള രതികേളികൾ അന്നത്തെ സിനിമാ മാസികകളിൽ, നിറം പിടിച്ച സിനിമാ മാസികകളിലും വാരികകളിലും ഒക്കെ നിറം പിടിപ്പിച്ച കഥകളായി വന്നിരുന്നു. അവരുടെ കേളികളുടെ പച്ചയായ ആവിഷ്കരണമൊക്കെ സിനിമാ വാരികകൾ ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു രസകരമായ ഒരു സംഭവമാണ് ജയഭാരതിയുടെ നഗ്ന ശരീരത്തിൽ ബിയർ ഒഴിച്ച് അത് മൊത്തിക്കുടിക്കുന്ന, ജയഭാരതിയുടെ നഗ്ന ശരീരത്തിൻ്റെ നിമ്നോന്നതങ്ങളിൽ ബിയർ ഒഴിച്ച് അത് മൊത്തിക്കുടിക്കുന്ന ഹാരി പോത്തൻ്റെ കഥ. അക്കാലത്ത് സിനിമാ പത്രപ്രവർത്തകനായിരുന്ന തമരം തങ്കപ്പൻ സാർ, അദ്ദേഹം പെരുമ്പടവം ശ്രീധരൻ്റെ അയൽക്കാരനാണ്, പെരുമ്പടവം ശ്രീധരൻ്റെ സുഹൃത്താണ്. ഒരുപാട് സിനിമാ വാരികകളിലും മാസികകളിലും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അക്കാലത്ത് ഹാരി പോത്തൻ്റെയും ജയഭാരതിയുടെയും കഥകൾ പറയുമ്പോൾ ഇക്കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമായിരുന്നു. അന്ന് ഞാൻ സൗത്ത് ഇന്ത്യൻ ന്യൂസ് എന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പത്രാധിപ സമിതി അംഗമായിരുന്നു. തമലം തങ്കപ്പൻ സാർ അവിടുത്തെ സബ് എഡിറ്ററായിരുന്നു. സിനിമാ സംബന്ധമായ കാര്യങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. സൗത്ത് ഇന്ത്യൻ ന്യൂസ് എന്നില്ല. എന്തായാലും തമലം തങ്കപ്പൻ സാറിൻ്റെ നിറം പിടിപ്പിച്ച കഥകളിൽ ഈ കഥ രസകരമായ ഒരു കഥയായിരുന്നു. മാത്രമല്ല, തമലം തങ്കപ്പൻ സാർ ഈ ബന്ധം, ഹാരി പോത്തനും ജയഭാരതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തകർച്ചയും ഉയർച്ചയും തകർച്ചയും ഒക്കെ അറിയാവുന്ന വ്യക്തിയായിരുന്നു. മദ്രാസിൽ ഹാരി പോത്തൻ ജയഭാരതിയുമൊത്ത് താമസിച്ചു. സുപ്രിയ ഫിലിംസിൻ്റെ ചിത്രങ്ങളിൽ അർദ്ധനഗ്നയായൊക്കെ അഭിനയിക്കാൻ ജയഭാരതി തയ്യാറായി. ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിൽ അർദ്ധനഗ്നയായി അഭിനയിച്ചു ജയഭാരതി. രതിനിർവേദത്തിൽ ആരും ചെയ്യാൻ മടിക്കുന്ന റോൾ ചെയ്തു ജയഭാരതി. അങ്ങനെ ഹാരി പോത്തൻ്റെ സിനിമകളിൽ കൈമൈ മറന്ന് അഭിനയിച്ചു അവർ. ജയഭാരതിയുടെ മേൽ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു ഹാരി പോത്തൻ. ജയഭാരതി മറ്റു നടന്മാരുമായി അടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. വിൻസെന്റും ജയഭാരതിയും തമ്മിലുള്ള പ്രണയം പ്രശസ്തമാണ്. വിൻസെന്റിനെ ജയഭാരതിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അക്കാലത്ത് കോളഞ്ഞോസ് ചിരിയും ഉറച്ച ശരീരവും ഒക്കെയായി നിറഞ്ഞു നിന്ന നടനായിരുന്നു വിൻസെന്റ്. തൻ്റെ സിനിമകളിൽ വിൻസെന്റിനെ ശുപാർശ ചെയ്യാൻ ജയഭാരതി എപ്പോഴും ശ്രമിച്ചിരുന്നു. അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ നസീർ വില്ലനായി അഭിനയിച്ചത്, വിൻസെന്റിന്റെ വില്ലനായി അഭിനയിച്ചത് ജയഭാരതിയുടെ ശുപാർശ മൂലമാണ്, ശുപാർശ കാരണമാണ്. ആ ചിത്രം പരാജയപ്പെട്ട ചിത്രമാണ്. കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത് ചിത്രം, മുട്ടത്ത് വർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത ആ ചിത്രം പരാജയപ്പെട്ട ചിത്രമാണ്.
എന്തായാലും നസീറിന്റെ വില്ലൻ വേഷം പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിൻസെന്റിനെ ഹാരി പോത്തൻ വിരട്ടി. വിൻസെന്റ് പേടിച്ച് ഒതുങ്ങി. പിന്നീട് സത്താറുമായി പ്രണയത്തിലായ ജയഭാരതി ഹാരി പോത്തനെ നിഷ്കരുണം ഉപേക്ഷിച്ചു. ഹാരി പോത്തൻ ജയഭാരതിയെ തല്ലിയതും ജയഭാരതി വാക്കത്തി കൊണ്ട് ഹാരി പോത്തനെ വെട്ടിയതും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ആത്മകഥയിൽ മധു വൈപ്പന സാർ എഴുതിയിട്ടുണ്ട്. സത്താർ നെഞ്ചു വിരിച്ചു നിന്ന് ജയഭാരതിയെ സ്വീകരിച്ചപ്പോൾ തകർന്നത് ഹാരി പോത്തനായിരുന്നു. ജയഭാരതി പോയ ശേഷം ഹാരി പോത്തൻ തകർച്ചയുടെ വക്കിലായിരുന്നു. അദ്ദേഹം സമാന്തരമായ സിനിമകളാണ് ചെയ്തത്. അതിൽ നിന്ന് വലിയൊരു ലാഭം അദ്ദേഹത്തിന് കിട്ടിയില്ല. പല ചിത്രങ്ങളും, പത്മരാജൻ ചിത്രങ്ങളും ഭരതൻ ചിത്രങ്ങളും ഒക്കെ ഹാരി പോത്തൻ ഒരുക്കിയെങ്കിലും രതിനിർവേദം പോലെ, ഇതാ ഇവിടെ വരെ പോലെ വീശിയടിക്കുന്ന ഒരു ഹിറ്റ് ജയഭാരതി പോയ ശേഷം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നാൽ ക്ലാസിക് ചിത്രങ്ങൾ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അടക്കമുള്ള ക്ലാസിക് ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. അതീവ സമ്പന്നതയിൽ ജീവിച്ച ഹാരി പോത്തൻ അവസാനം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണാണ് അന്തരിച്ചത് എന്നുള്ളത് നഗ്നമായ സത്യം. ജയഭാരതി അത്രയേറെ ഹാരി പോത്തനെ സ്വാധീനിക്കുകയും ജയഭാരതിയുടെ വേർപാട് അദ്ദേഹത്തെ തകർക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം.